ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ക്ലാസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓൾ ആൻഡ് പുസി ക്യാറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റി പാട്ടുമാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേർ ഡിഡ് ദ ഓൾ ആൻഡ് ദ പുസി ക്യാറ്റ് ഗോ? എങ്ങോട്ടാണ് ആ മൂങ്ങയും ആ പുസി ക്യാറ്റും കൂടി പോയത്? ദ ഓൾ ആൻഡ് ദ പുസി ക്യാറ്റ് വെൻറ്റ് ടു ദ സീ ഇൻ എ പീ ഗ്രീൻ ബോട്ട്. അവർ രണ്ടുപേരും കൂടി പോയത് എങ്ങോട്ടാണ്? കടലിലേക്കാണല്ലേ. കടലിലേക്കൊരു പീ ഗ്രീൻ കളറുള്ള ബോട്ടിലാണ് അവർ പോയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദേ ടേക്ക് വിത്ത് ദം? അവരെന്താണ് അവരുടെ കൂടെ കൊണ്ടുപോയത്? ദേ ടുക്ക് വിത്ത് ദം സം ഹണി ആൻഡ് പ്ലെൻറ്റി ഓഫ് മണി റാപ്ഡ് ഇൻ എ 5 pound നോട്ട്. അവരവരുടെ കൂടെ കുറച്ച് തേനും അതുപോലെ തന്നെ കുറേ അധികം പൈസയും എടുത്തിരുന്നു. അതൊരു 5 pound നോട്ടിൽ പൊതിഞ്ഞിട്ടാണ് എടുത്തിരുന്നത്. Third question, how do the characters in the poem behave as animals or as human beings? എങ്ങനെയാണ് ഈ പോയമിലുള്ള ക്യാരക്ടേഴ്സ് ആ ഓളും പുസി ക്യാറ്റും ഒക്കെ ബിഹേവ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. അവർ മനുഷ്യന്മാരെ പോലെയാണോ അതോ മൃഗങ്ങളെ പോലെയാണോ? മനുഷ്യന്മാരെ പോലെയല്ലേ ബിഹേവ് ചെയ്തത്. അവർ കല്യാണം കഴിക്കാൻ റെഡിയായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഒരു റിംഗ് ഒക്കെ സെർച്ച് ചെയ്ത് പോയിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഗിത്താറൊക്കെ വെച്ച് പാട്ടും പാടിയിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ബിഹേവ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ്. ദേ വർ റെഡി ടു മാരി ഈച്ച് അതർ ആൻഡ് ബോട്ട് എ റിംഗ് ഫോർ ദാറ്റ്. ഈ സ്റ്റോറിയിലുള്ള ക്യാരക്ടേഴ്സൊക്കെ മനുഷ്യന്മാരെ പോലെയാണ് ബിഹേവ് ചെയ്തത്. അവർ കല്യാണം കഴിക്കാൻ റെഡിയായിരുന്നു, അതിനൊരു റിങ്ങും അവർക്ക് വേണമായിരുന്നു. ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡിഡ് ദ ഓൾ ഡു ടു എക്സ്പ്രസ് ഹിസ് ലവ്? ആ മൂങ്ങ അതിൻ്റെ സ്നേഹം കാണിക്കാൻ എന്താണ് ചെയ്തത്? ദ ഓൾ ഗേസ്ഡ് അറ്റ് ദി സ്റ്റാർസ് ആൻഡ് സാങ് എ സോങ് ടു എ ഗിത്താർ പ്രേസിങ് ദ കിറ്റി. എന്താണ് ആ മൂങ്ങ നക്ഷത്രങ്ങളെയൊക്കെ നോക്കിയല്ലേ. ഗേസ് എന്ന് പറഞ്ഞാൽ നോക്കി എന്നാണ് അർത്ഥം. നക്ഷത്രങ്ങളെ നോക്കി ആ ഗിറ്റീനെ പ്രശംസിച്ചുകൊണ്ട് അല്ലേ ഒരു പാട്ട് പാടി, അതിൻ്റെ ഭംഗിയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് ഗിത്താറും വായിച്ചൊരു പാട്ട് പാടി. ടു എംഫസൈസ് ഇറ്റ്, ആ ലവിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി ആ ഓൾ എന്താണ് ചെയ്തത്? ഹി എംഫസൈസ് ഹിസ് ലവ് യൂസിങ് ദ വേർഡ്സ് ലവ്ലി കിറ്റി, ബ്യൂട്ടിഫുൾ കിറ്റി ആൻഡ് മൈ ലവ് ഇൻ ദ സോങ്. ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്നേഹം കാണിക്കാൻ വേണ്ടി എന്തൊക്കെ യൂസ് ചെയ്തു? ഓ ലവ്ലി കിറ്റിയാണ്, ബ്യൂട്ടിഫുൾ കിറ്റിയാണ്, നീ മൈ ലവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡ്സ് ആ സ്നേഹത്തിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി ഓൾ യൂസ് ചെയ്തിരുന്നു. ഹൗ ലോങ് ഡിഡ് ദ ഓൾ ആൻഡ് ദ പുസി ക്യാറ്റ് സെയിൽ? ആ ഓളും പുസി ക്യാറ്റും കൂടി എത്ര നേരം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ബോട്ടിൽ? ദ ഓൾ ആൻഡ് ദ പുസി ക്യാറ്റ് സെയിൽഡ് അവേ ഫോർ എൻ ഇയർ ആൻഡ് എ ഡേ. ആ ഓളും പുസി ക്യാറ്റും ഒരു വർഷവും ഒരു ദിവസവും എടുത്തു കരയ്ക്കെത്താൻ അല്ലേ. വേർ ഡിഡ് ദേ സെയിൽ ടു? വൈ? അവർ എങ്ങോട്ടാണ് ഇങ്ങനെ യാത്ര പോയിരുന്നത്? എന്തുകൊണ്ടാണ്? They sailed to the land of big bong trees. They wanted a wedding ring and bought it from a pig who sold it to them for a shilling. അവരെങ്ങോട്ടാണ് പോയത്? അവർ പോയത് ആ ലാൻഡ് ഓഫ് ബിഗ് ബോങ് ട്രീസിൻ്റെ അവിടേക്കാണ്. ബിഗ് ബോങ് ട്രീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ മാർഷ് മെലോസ് പോലെ ആ ട്രീയുടെ ആ ഇലയുടെ ഭാഗത്ത് അങ്ങനെയാവും. മാർഷ് മെലോ പോലെയാണ് നിൽക്കുക. നിങ്ങളൊരു ഫെയറി ടെയിൽ, ഒരു ഫാൻറ്റസി സ്റ്റോറിയൊക്കെ കാണുകയാണെങ്കിൽ, കാർട്ടൂൺസൊക്കെ കാണുകയാണെങ്കിൽ ആ ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു തരം ട്രീസ് ഉണ്ടാവും, ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലത്തെ. അതിനെയാണ് ഒരു ഫാൻറ്റസി അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയാണ് ആ ബിഗ് ബോങ് ട്രീസ് യൂസ് ചെയ്തിരിക്കുന്നത്. അവരെന്തിനാണ് അങ്ങോട്ട് പോയത്? അവർക്ക് കല്യാണം കഴിക്കാനൊരു വെഡ്ഡിങ് റിങ് ആവശ്യമായിരുന്നു. അത് ആ പിഗി വിഗിൻ്റെ കയ്യിൽ നിന്നും മേടിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയത്. ഒരു ഷില്ലിങ്ങിന് അവർക്ക് ആ റിങ് കിട്ടുകയും ചെയ്തു. ഹൗ മച്ച് ഡിഡ് ദേ പേ ഫോർ ദ റിങ്? ആ റിങ്ങിന് വേണ്ടി അവർ എത്ര പൈസ കൊടുത്തു? ദേ പെയ്ഡ് എ ഷില്ലിങ് ആസ് ദ പ്രൈസ് ഫോർ ദ റിങ്. ഒരു ഷില്ലിങ് കൊടുത്താണ് അവർ ആ റിങ് വാങ്ങിച്ചത്. Identify the expression which suggests that the poem has a happy ending. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഏത് എക്സ്പ്രഷൻ വായിക്കുമ്പോഴാണ് തോന്നുന്നത് ആ സ്റ്റോറിക്ക് ഒരു ഹാപ്പി എൻഡിങ് ആണ്, നല്ല രീതിയിലാണ്, സന്തോഷത്തോടു കൂടിയാണ് പോയം എൻഡ് ചെയ്യുന്നതെന്ന്? And hand in hand on the edge of the sand they dance by the light of the moon. അവർ കൈയോട് കൈ പിടിച്ച് ആ മണ്ണിൽ ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ ഡാൻസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമ്മൾക്ക് എന്തറിയാം? ആ സ്റ്റോറി നല്ല രീതിയിലാണ്, ആ പോയം നല്ല രീതിയിലാണ്, ഹാപ്പി എൻഡിങ് ആണ് ആ പോയമിനെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം.
ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ? ദ പോയറ്റ് മേക്ക് യൂസ് ഓഫ് റിപ്പീറ്റേഷൻ ആൻഡ് മെയ്ഡ് അപ്പ് വേർഡ്സ് ഇൻ ദ പോയം. ഐഡൻറ്റിഫൈ ദം. എഡ്വേർഡ് ലെയർ ഈ പോയത്തിൽ ചില ലൈൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ മെയ്ഡപ്പ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബോങ് ട്രീ, റൺസിബിൾ സ്പൂൺ എന്നുള്ളതൊക്കെ. അങ്ങനെയുള്ള ആ വേർഡ്സൊക്കെ അദ്ദേഹത്തിൻ്റെ പോയമിന് വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ച വേർഡ്സാണ്. അപ്പോൾ അങ്ങനത്തെ വേർഡ്സും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ലൈൻസും നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ലൈൻസ് ഇതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ അല്ലേ. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത ലൈൻസ് ഏതാണ്? വിത്ത് ഹിസ് റിംഗ് അറ്റ് ദ എൻഡ് ഓഫ് എ നോസ്, ദേ ഡാൻസ് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. അപ്പോൾ ഈ ലൈൻസ് ഒക്കെ ഇതിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. എഴുതാം. വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ വിത്ത് ദ റിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് നോസ്, ദേ ഡാൻസ് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. ഇനി മെയ്ഡപ്പ് വേർഡ്സ് ഏതൊക്കെയാ? ബോങ് ട്രീ, റൺസിബിൾ സ്പൂൺ, പിഗ്ഗി വിഗ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പോയമിന് വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്ന വേർഡ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ പല പോയമിലും അദ്ദേഹം ഇങ്ങനത്തെ ചില വേർഡ്സ് യൂസ് ചെയ്തിട്ടുമുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താ? സേ ദ വേർഡ്സ് ബോട്ട് ആൻഡ് നോട്ട്, ലൈൻസ് 2 and 4. ദേ ആർ റൈമിങ് വേർഡ്സ് അല്ല. പറയുമ്പോൾ തന്നെ ഒരു താളം തോന്നും അല്ലേ. ഇപ്പോൾ ബോട്ട്, നോട്ട്, കാറ്റ്, മാറ്റ്, പാറ്റ്, സാറ്റ്, മാരീഡ്, ടാരീഡ്, വെറീഡ്. അപ്പോൾ അങ്ങനത്തെ വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? റൈമിങ് വേർഡ്സ് എന്ന് പറയുക. അപ്പോൾ അങ്ങനത്തെ റൈമിങ് വേർഡ്സ് നിങ്ങളോട് സ്റ്റാൻസ 1, 2 and 3 നിന്ന് എടുത്ത് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് റൈമിങ് വേർഡ്സ് വരിക അതിൻ്റെ ലൈൻസും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ചാമിങ്ലി സ്വീറ്റ് യു സിങ്, ബട്ട് വാട്ട് ഷാൽ വി ഡു ഫോർ എ റിങ് അല്ലേ. അപ്പോൾ അതിലെ റൈമിങ് വേർഡ്സ് നിങ്ങൾ ഏത് എഴുതും? സിങ്ങും എഴുതും, റിങ്ങും എഴുതും. ഓക്കെ. Your ring said the piggy I will, by the turkey who lives on the hill. അപ്പോൾ ഏതാണ് റൈമിങ് വേർഡ്സ്? അതിൽ വില്ലും ഹില്ലുമാണ് റൈമിങ് വേർഡ്സ്. സി എന്താ വരുന്നത്? ലുക്ക് അറ്റ് ദി തേർഡ് ലൈൻ ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ. Oh, let us be married, too long we have tarried. Married and tarried are rhyming words within the same line. They are called internal rhymes. എന്താണ്? ഒരേ ലൈനിൽ തന്നെ എന്താണ്? മാരീഡും ടാരീഡും വരുന്നുണ്ട് അല്ലേ. അങ്ങനത്തെ വേർഡ്സിനെ പറയുന്നത് എന്താ? ഇന്റേണൽ റൈംസ് എന്നാണ് പറയുക. ഒരു ലൈനിൻ്റെ ഉള്ളിൽ തന്നെ 2 വേർഡ്സ് ഇങ്ങനെ റൈമിംഗ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇന്റേണൽ റൈംസ് എന്ന് പറയും. അപ്പം അങ്ങനെ ഈ ഒരു ലൈനിൻ്റെ ഉള്ളിലുള്ള ഈ ഇങ്ങനത്തെ ഇൻറ്റേർണൽ റൈംസിനെ കണ്ടുപിടിച്ച് ആ ലൈൻസ് എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം ഇൻറ്റേർണൽ റൈംസ് ഏതൊക്കെയാണ് വരിക? ദേ ടുക്ക് സം ഹണി ആൻഡ് പ്ലെൻറ്റി ഓഫ് മണി അല്ലേ. ഹണി, മണി റൈമിംഗ് ആണ്. ഓ ലെറ്റ് us ബി മാരീഡ് ടു ലോങ് വി ഹാവ് ടാരീഡ്. അപ്പോൾ മാരീഡും ടാരീഡും കൊടുക്കാം. ദേ സെയിൽഡ് എവേ ഫോർ എ ഇയർ ആൻഡ് എ ഡേ. അപ്പോൾ എവേയും ഡേയും കൊടുക്കാം. ആൻഡ് ദർ ഇൻ എ വുഡ് എ പിഗി വിഗ് സ്റ്റുഡ്. അപ്പോൾ വുഡ്, സ്റ്റുഡ്. ഡിയർ പിഗ് ആർ യു വില്ലിംഗ് ടു സെൽ ഫോർ 1 shilling. അപ്പോൾ വില്ലിംഗ്, ഷില്ലിംഗ്. So they took it away and were married next day. Away, day. They dined on mince and slices of quince. അപ്പോൾ ഈ ലൈൻസ് ഫുള്ള് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റേർണൽ റൈംസ് ആയിട്ട് എഴുതാം. ഇൻറ്റേർണൽ റൈം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റേർണൽ റൈം ഈസ് എ റൈം ദാറ്റ് ഒക്കേഴ്സ് വിത്തിൻ ദ ലൈൻസ് ഓഫ് എ പോയം. ഒരു ലൈനിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനത്തെ റൈമിംഗ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻറ്റേർണൽ റൈംസ് എന്ന് പറയുക. മറ്റേ റൈം നമ്മൾ എന്താ പറഞ്ഞത്? ഓരോ ലൈനിൻ്റെ അറ്റങ്ങളിൽ വരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെയാണ് നോർമലി റൈംസ് ആയിട്ട് വരിക. You may collect a few poems like the one you have read. Write their titles below. ഇതുപോലുള്ള റൈമിംഗ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള പോയംസിൻ്റെ പേര് നിങ്ങളോട് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. എഡ്വേർഡ് ലെയറിൻ്റെ തന്നെ കുറച്ച് പോയമിൻ്റെ പേര് ഞാനിവിടെ റൈറ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ദ കോർട്ട്ഷിപ്പ് ഓഫ് ദി യോങ്കി ബോങ്കി ബോ, ദ ഡോങ് വിത്ത് ദ ലൂമിനസ് നോസ്, ദ ജംബ്ലീസ്, ഹൗ പ്ലസന്റ് ടു നോ മിസ്റ്റർ ലെയർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ 4 പോയംസ് ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതാം. നെക്സ്റ്റ് എന്താണ്? ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻ ഫ്രം ദ പോയം ദ വിൻഡ് ബൈ ജെയിംസ് സ്റ്റീഫൻസ്. ജെയിംസ് സ്റ്റീഫൻസിൻ്റെ ദ വിൻഡ് എന്ന പോയത്തിൽ നിന്നും ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ദ വിൻഡ് സ്റ്റുഡ് അപ്പ് ആൻഡ് ഗേവ് എ ഷൗട്ട്. ക്യാൻ ദ വിൻഡ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഷൗട്ട്? എന്താണ് പറയുന്നത്? ആ കാറ്റ് എണീറ്റ് നിന്നിട്ട് കാറ്റ് ഷൗട്ട് ചെയ്തു, ശബ്ദമുണ്ടാക്കി എന്നാണ് പറയുന്നത്. കാറ്റിന് അങ്ങനെ എണീറ്റ് നിന്ന് ശബ്ദമുണ്ടാക്കാൻ പറ്റുമോ?
Here the poet gives a human quality to the wind. It is an example of personification. എന്താണ് ഇവിടെ പോയറ്റ് എന്താ ചെയ്തിരിക്കുന്നത്? ജെയിംസ് സ്റ്റീഫൻ ചെയ്തിരിക്കുന്നത് കാറ്റിന്, അതായത് ജീവനില്ലാത്ത ഒരു വസ്തുവിന് ജീവൻ കൊടുക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പം അതിനെയാണ് എന്തെന്ന് പറയാ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. നമ്മൾ ഒരു വസ്തുവിന് ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുകയാണ്. ഗുൽമോഹർ കാ ജന്മദിനിലൊക്കെ പറഞ്ഞു അല്ലേ, ഗുൽമോഹർ കാ ജന്മദിനിൽ എന്ത് പറഞ്ഞു? മീനയെ നോക്കി ആ ചെടി, ആ പൂവ് ചിരിക്കുന്നത് പോലെ തോന്നി എന്ന് പറഞ്ഞു. അപ്പം എന്താണ്, ശരിക്കും പൂവ് ചിരിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പം അതെന്താ ചെയ്യുന്നത്? ആ പൂവിനൊരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുകയാണ്, മീനേനെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നി. അപ്പം അങ്ങനെ കൊടുക്കുന്ന അങ്ങനത്തെ ലൈൻസിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. മനസ്സിലായല്ലോ. Pick out the expression from the poem that gives a human element to the owl and the pussycat. ഈ പോയമിലുള്ള ഓളിനും പുസിക്കാറ്റിനും ഇതുപോലത്തെ ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ലൈൻസ് നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. ഈ പോയമിൽ ഫുള്ള് അങ്ങനത്തെ ലൈൻസ് തന്നെയാണ്. നിങ്ങൾക്ക് കുറേ ലൈൻസ് എഴുതാം. ഇപ്പം ഞാൻ കുറച്ച് ലൈൻസ് എഴുതിയിട്ടുണ്ട്, അത് നോക്കാം. പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ: ആൻഡ് സാങ് ടു എ സ്മോൾ ഗിത്താർ അല്ലേ, ആ ഗിത്താർ പ്ലേ ചെയ്തുകൊണ്ട് ആ മൂങ്ങ പാടി എന്ന് പറയുന്നുണ്ട്. അതൊരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുകയാണ്. ദി ഡാൻസ് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ, ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ അവർ രണ്ടുപേരും കൂടി ഡാൻസ് കളിച്ചു എന്ന് പറയുന്നുണ്ട്. പുസി സെഡ് ടു ദ ഓൾ യു എലഗൻ ഫോൾ, പുസി ഓളിനോട് പറയുന്നുണ്ട് അല്ലേ, യു എലഗൻ ഫോൾ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹാൻഡ് ഇൻ ഹാൻഡ് ഓൺ എഡ്ജ് ഓഫ് ദ സാൻഡ്, കൈയോട് കൈ പിടിച്ച് അവർ ആ പൂഴിയിൽ ആ സാൻഡിൽ ഡാൻസ് കളിച്ചു എന്ന് പറയുന്നുണ്ട്. ഓ ലെറ്റ് us be married too long we have tarried, നമ്മൾക്കിനി കല്യാണം കഴിക്കാം, നമ്മൾ കുറേ ടയേർഡ് ആയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തെഴുതാം? പേഴ്സോണിഫിക്കേഷൻ എഴുതാം. ആ പോയമിൽ ഇനിയും കുറേ ലൈൻസ് ഉണ്ട്. എല്ലാ ലൈനിലും ഇങ്ങനെ പേഴ്സോണിഫിക്കേഷൻ ക്വാളിറ്റീസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. തേർഡ് ആക്ടിവിറ്റി: എഡ്വേർഡ് ലെയർ ഈസ് ഓൾസോ ഫേമസ് ഫോർ ഹിസ് ലിമറിക്. ലെറ്റ്സ് റീഡ് 2 ഓഫ് ഹിസ് ലിമറിക്. ലിമറിക്കിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ലിമറിക് എന്ന് നോക്കാം. ലിമറിക് ഈസ് എ ഫണ്ണി പോയം ദാറ്റ് ഹാസ് 5 ലൈൻസ് വിത്ത് ദ റൈം സ്കീം A. എന്താണ് ലിമറിക് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ലിമറിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫണ്ണി പോയമാണ്, ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ള പോയമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഓരോ സ്റ്റാൻസയിലും 5 ലൈൻ ഉണ്ടാവും. അതിൻ്റെ റൈം സ്കീം എന്ന് പറഞ്ഞാൽ A എന്നാണ് പോവുക. ഓക്കെ, അപ്പം എന്താണ് ഈ A നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ. നമുക്ക് വായിച്ചു നോക്കാം. There was an old man on a hill who seldom if ever stood still. Hill still, കണ്ടോ, അത് റൈമിംഗ് ആണ്. He ran up and down in his grandmother's gown which adorned that old man on a hill. റൈം ചെയ്യുന്നത് hill still hill അല്ലേ. ഇവിടെ എന്ത് വന്നു? ഡൗൺ ഗൗൺ. അപ്പോൾ B. അപ്പോൾ എന്ത് വന്നു നിങ്ങളുടെ റൈം സ്കീം? A വന്നു നിങ്ങളുടെ റൈം സ്കീം. 5 ലൈൻസും ഉണ്ട് അല്ലേ. There once lived a boy called Joe who developed an enormous big toe. On there it sat a contented cat, a granny, a toad and a crow. അല്ലേ. അപ്പോൾ A വന്നു, ഇത് രണ്ടും B വന്നു അല്ലേ. ജോ, ടോ, ക്രോ വന്നു, സാറ്റ്, കാറ്റ് വന്നു. ഇതിലൊക്കെ എത്ര ലൈൻസും ഉണ്ട്? 5 ലൈൻസും ഉണ്ട്. ഇതൊരു ഫണ്ണി പോയമുമാണ്. കുറച്ച് ലൈൻ ബ്രിക്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഫസ്റ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3ഉം നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. റൈറ്റ് എ ലിമറിക് ഓഫ് യുവർ ഓൺ. ബിലോ ആർ സം ഫസ്റ്റ് ലൈൻസ് ടു സ്റ്റാർട്ട് വിത്ത്. നിങ്ങളോട് സ്വന്തമായി 3 ലിമറിക്സ് എഴുതാൻ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫസ്റ്റ് ലൈൻ ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. Wonderful bird is the peacock and spreads his wings like a lovely frog. He can dance and he can glance till someone gives him a knock. അല്ലേ. അപ്പോൾ പീകോക്ക്, ഫ്രോക്ക്, നോക്ക് അത് റൈംസ് വന്നു. ഡാൻസും ഗ്ലാൻസും റൈംസ് വന്നു. ഇവിടെ പീകോക്കിനെ പറ്റിയാണ് പറയുന്നത്. പീകോക്ക് ഒരു വണ്ടർഫുൾ ബേർഡാണ്. അത് അതിൻ്റെ വിങ്സ്, അതിൻ്റെ ആ പീലികളൊക്കെ നല്ലൊരു ഭംഗിയുള്ള ഉടുപ്പിൻ്റെ പോലെ ഇങ്ങനെ വിരിച്ച് നിൽക്കുകയാണ്. അതിന് ഡാൻസ് ചെയ്യാം, അതിന് ഗ്ലാൻസ് ചെയ്യാം. അത് ആരെങ്കിലും ഒന്ന് നോക്ക് ചെയ്യുന്നത് വരെ അതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. സെക്കൻഡ് വൺ എന്താ? The once was an ape in a zoo who looked out through the bars and saw you. Do you think it's fair to give poor apes a scare? I think it's a mean thing to do. ഓക്കെ, അങ്ങനെ നമുക്ക് സെക്കൻഡ് വൺ എഴുതാം. ഒരു എയ്പ്പ് ഉണ്ടല്ലേ,
ആ ഏപ്പ് ആ കൂടിൻ്റെ കമ്പിയുടെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ നോക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിനെ പേടിപ്പിക്കുന്നത് നല്ലൊരു കാര്യമാണെന്ന്? എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ മീൻ തിങ് ടു ഡു. അത് തീരെ മോശമായൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. തേർഡ് വൺ എങ്ങനെ എഴുതാം നമുക്ക്? There was an old man with a bed who said, "It is just as I feared. 2 owls and a hen, 4 larks and a wren. But all built their nets in my bed." എന്താ പറയുന്ന, ഒരു ഓൾഡ് മാനിന് താടി ഉണ്ടായിരുന്നു. അയാൾ പറയാണ്, അയാൾ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. 2 മൂങ്ങയും 1 കോഴിയും 4 സ്കൈലാക്കും, ഒരു കുരുവിയുടെ പോലത്തെ ഒരു കുഞ്ഞി പക്ഷിയുമൊക്കെ എൻ്റെ താടിക്കുള്ളിൽ കൂട് കെട്ടി എന്ന് പറയാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റി സെക്ഷനും വരുന്നത്. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.